നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴിക്കാനാണെന്ന് പറയും. എന്തിനാണ് കഴിക്കാനെന്ന് ചോദിക്കുമ്പോൾ ജീവിക്കാനാണെന്ന് പറയും. ശരിക്കും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് ഉപകാരമുള്ള ഒരാളോട് തോന്നുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. ബ്രില്യൻറ്റ്. കുറേ കടം വന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറണം തോന്നാൻ എന്താ വെച്ചാൽ നമ്മളൊരു നാട് വിട്ടു പോയാൽ നമുക്ക് വേറെ ഒരു ഫ്രെയിം ഉണ്ടാവും. നമ്മൾ അതുവരെ കാണാത്ത പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. നിങ്ങൾ പാഷൻ ഇല്ലാതെ തുടങ്ങിയിട്ടുണ്ടാവാം, പിന്നീട് അതൊരു പാഷനാക്കണം, പിന്നീട് അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. നമ്മൾ പറയില്ലേ എത്തിപ്പെട്ടു, ഇനി അതിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും കഷ്ടപ്പാടായിരിക്കും. നമ്മൾ പറയില്ലേ ഒരിക്കലും ഒരു ബിസിനസ് കമ്പനിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കും കോൺസെപ്റ്റ് ആവശ്യമില്ല. ഇൻ ദ മീൻ ടൈമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫാഹിമിനൊപ്പം പ്രിയ സുഹൃത്ത് ഫൈസൽ ചീരാൻ. കഥ ഒന്നും പറയാതെ തുടങ്ങുകയാണ്. ഇന്നെന്താണ് സ്പെഷ്യൽ? ചെമ്മീനുണ്ട്, ആവോലിയുണ്ട്. ഏതാ വേണ്ടേ? അവലി രണ്ടും പറയാനാണ് ആഗ്രഹം. അപ്പോൾ പൊളിക്കും. അപ്പം നിങ്ങളത് റെഡിയാക്കുമ്പോഴേക്കും ഞാൻ ഈ ഫൈസൽ, നമ്മൾ ഈ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഈ ഫൈസലിന് ഞാൻ ആദ്യം പേര് കേട്ടപ്പോൾ ഫൈസൽ ഇക്കാന്നാണ് വിളിച്ചത്. അതെ, നമ്മുടെ ഒരു കൾച്ചറൽ പ്രോബ്ലമാണ്. ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ടുള്ള പ്രശ്നം. പക്ഷെ ഫൈസൽ ചീരാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് ഈ മത്തിയും കപ്പയും കഴിച്ചിട്ടാണ് പണ്ട് വയലിൽ പണിക്കുക. ഞാൻ വയനാട്ടിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഈ മത്തിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, മീനുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ അങ്ങനെ തുടങ്ങാം. മത്തിയുമായി ബന്ധപ്പെട്ട ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മത്തി ചാകര വന്നിട്ട് മീൻ കൂടുതൽ കിട്ടുമ്പോഴോ തെങ്ങിൻ്റെ കടക്കിൽ ഇടാനാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് കുറേ 50 പൈസയ്ക്കും 25 പൈസയ്ക്കും ഒക്കെ മത്തി കിട്ടും. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 25 പൈസയ്ക്കോ വളരെ വില കുറച്ച് കിട്ടുമായിരുന്നു എൻ്റെ വളരെ ചെറുപ്പത്തിൽ. കാരണം ഇത് ഒഴിവാക്കണം, ഒരു സ്ഥലത്തുനിന്ന് ഒഴിവാക്കണം. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. നല്ല ഏജന്റ്. കഴിഞ്ഞ ദിവസം ഒരാള്, ഒരു സുഹൃത്ത്, ഞാനിപ്പോൾ മേഖല ഏതാണെന്നൊന്നും പറയണില്ല, എന്നോട് പറഞ്ഞു പ്രേമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ, അപ്പം ഞാൻ പറഞ്ഞു നല്ല പ്രായമുണ്ട്, അത്തരം ആക്ടിവിറ്റികൾക്കൊന്നും മുതിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മീനിനെ കുറിച്ച് പറഞ്ഞു. അപ്പം മീനിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം അന്ന് മത്തി ഈ തെങ്ങിൻ്റെ കടക്കിലിടാൻ ഉപയോഗിച്ചിരുന്നു. കൊടിയ ദാരിദ്ര്യം, അരിയില്ല, മീനില്ല, എല്ലാവർക്കും ദാരിദ്ര്യമാണ്. ആ സമൂഹം അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കാനില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. പക്ഷേ ആ മത്തി ഓവറാകുമ്പോൾ തെങ്ങിൻ്റെ കടക്കിലിട്ട് കളയും. ഇപ്പോൾ നമുക്ക് ഫ്രീസറുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എപ്പോഴാണോ വില കുറയുന്നത്, 5 രൂപയ്ക്കും 10 രൂപയ്ക്കും മത്തി എപ്പോഴാണ് കിട്ടുന്നത്, അതിപ്പോൾ നമുക്ക് അത് വില ആകുമ്പോഴേ എടുക്കുള്ളൂ. ഈ കുന്നംകുളം ഒരു ബീച്ച് ഏരിയ സ്ഥലമല്ലല്ലോ. അല്ലല്ലോ, കുന്നംകുളത്ത് ചാകരയുമായിട്ട് നിൽക്കുള്ള ഭയങ്കര ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഞങ്ങളുടെ അടുത്താണ് ചാവക്കാട് കിടക്കുന്നത്. ചാവക്കാടേക്കുള്ള 10 കിലോമീറ്ററേ ഉള്ളൂ. 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ പോലെ ഉണ്ടാകുമ്പോഴും ഒരു സ്ഥലത്ത് ഭയങ്കര വരൾച്ച ഉണ്ടാവും. എന്ന് വെച്ചാൽ മീൻ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഇത് ഫ്രീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. ഇപ്പം നമുക്ക് 1 രൂപ കൊടുത്ത 1 കിലോ മീൻ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നത്. എന്താണ് മത്തിക്കഥ? ഒരു ചെറിയ ഗ്യാപ്പ്, നിങ്ങളത് മുറിക്കുന്നൊന്നുമില്ലേ? ഇല്ല, ഞാനത് ഓൾറെഡി ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി ജസ്റ്റ് ഹാവ് ടു കുക്ക് ഇറ്റ്. അപ്പോൾ അത് ഫാഹിം നല്ലൊരു കുക്കാണ്. ഫാഹിമിൻ്റെ ഇത് ഇപ്പം നമ്മൾ ഈ ഫിഷ്, അതേപോലെ ഫാഹിമിൻ്റെ ഓർമ്മയിലെ ഒരു ഫിഷിനെ കുറിച്ച് പറയുമോ? ഇങ്ങനെയാണ് ആദ്യമായി നിങ്ങൾ ഫിഷ് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്? ഞാനും ജനിച്ചു വളർന്നത് ഈ പറയുന്ന ഒരു ബീച്ച് ഏരിയ, മലപ്പുറം താനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ അവിടുന്ന് പാലക്കാടിലോട്ടാണ് നേരെ മൂവ് ആവുന്നത്. അവിടെ കടലും ഇല്ല, മീനും ഇല്ല, ലൈക്ക് എൻ്റർലി ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിനോട് ഇൻട്രസ്റ്റഡ് ആവുന്നത്, നമ്മൾ ഇവിടെ കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. സൗത്ത് ഇന്ത്യയിലാവുമ്പോൾ നമ്മൾ കറി വയ്ക്കും, പൊരിക്കും, ഒരു ട്രഡീഷണൽ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരി പോയപ്പോഴാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പോഷർ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഈ സെയിം മത്തിനെ അല്ലെങ്കിൽ സെയിം മീനിനെ നമുക്ക് വേറെ ഒരുപാട് പെല്ലറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺസെപ്റ്റ് തോട്ട് വരുന്നത് അവിടെയാണ്. പക്ഷെ നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാരണം അതിനുള്ളൊരു സോഴ്സിങ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പെല്ലറ്റ്സ് നമുക്ക് ഫെമിലിയർ അല്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഒരു ചോദ്യം, ഇപ്പോൾ ഈ ഫാഹിം ഈ മീനിനോടുള്ള ഒരു പാഷൻ, ഫുഡിനോടുള്ള ഒരു പാഷനാണ് ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഫൈസൽ ഫർണിച്ചറോടുള്ള പാഷൻ ആയിരിക്കില്ല ബിസിനസ്സാക്കി. കാരണം ഫർണിച്ചറിനെ സ്നേഹിക്കാനുള്ളൊരു സാധനമൊന്നും അതിനകത്തില്ല. പക്ഷേ ഒരുപക്ഷെ ഞാനും എൻ്റെ പ്രൊഫഷൻ, ഞാൻ സ്നേഹിച്ച ഒരു സാധനത്തെ തന്നെയാണ് എൻ്റെ പ്രൊഫഷനാക്കിയത്. സത്യത്തിൽ ഞാൻ സ്നേഹിച്ചതിനായിരുന്നില്ല, അനിയത്തിയെ കെട്ടി, അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടി എന്നൊരവസ്ഥ. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഫൈസൽ എന്താ പറയുന്നത്? ശരിക്കും നമ്മൾ ഒരു പാഷനെയാണോ
ഫോളോ ചെയ്യേണ്ടത്, അതൊരു ബിസിനസ്സിനെയാണോ ഫോളോ ചെയ്യേണ്ടത്? എന്താണ് അതിൽ ശരിക്കുള്ളൊരു തിയറി? അല്ല, നമ്മളൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഔപചാരിക വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടും ഒരു ജോലി മര്യാദയ്ക്ക് നമുക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ജോലികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിക്കുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടൊക്കെ സർവൈവലിന് വേണ്ടിയിട്ടാണ് മിക്കവാറും ബിസിനസ്സുകാരൊക്കെ. അതുകൊണ്ടാണ് ഈ പഠിപ്പില്ലാത്ത ആളുകളൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ. പഠിപ്പുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ജോലി കിട്ടും, ശമ്പളം കിട്ടും, അവർക്കൊരു അറ്റൻഷൻ കിട്ടും. മറ്റുള്ളവർ പുറന്തള്ളി എന്തും ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ പറഞ്ഞിട്ട് പാഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയത്. സത്യത്തിൽ അങ്ങനെ ഒരു പാഷനൊന്നുമില്ല. പക്ഷെ ബിസിനസ് ചെയ്തു തുടങ്ങിയതിന് ശേഷം നമ്മൾ പഠിച്ചു ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സ്നേഹിക്കേണ്ട, ബിസിനസ്സിനെ സ്നേഹിച്ചാൽ മതി എന്നുള്ളത്. പലരും ഞാനത് ചെയ്ത അതിനങ്ങോട്ട് സ്നേഹിച്ച് അത് ഏതവസ്ഥയിലായാലും സ്നേഹിച്ച് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബിസിനസ്സിനെ സ്നേഹിച്ചാൽ മതി, പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ. ഒരു പട്ടിണി കാലം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു ചെറുപ്പകാലം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനും ഫൈസലൊക്കെ ഓൾമോസ്റ്റ് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയും അതുകൊണ്ടാണ് എനിക്ക് ഫൈസലിനെ പരിചയപ്പെട്ട കാലം മുതൽ ഒരു ഭയങ്കരമായൊരു സൗഹൃദമുണ്ട്. അതായത് വളരെ വളരെ സാധാരണമായ ഒരു ബാക്ക്ഗ്രൗണ്ട്. വീട്ടിൽ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പണിക്ക് പോകണം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിപ്പിക്കപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനിലേക്കുള്ള യാത്രയുടെ ഒരു കഥയൊന്ന് ചുരുക്കി പറയും. ഇതിനൊരു പ്രശ്നമുള്ളത് ഒരു മീൻ പാകമാകുന്നവരെയുള്ള സമയം നമുക്കുള്ളൂ. ഞാനത് കഴിക്കാൻ വേണ്ടി ഞാൻ നിർത്തും. എന്റെ സ്വഭാവത്തിന് അങ്ങനെ ഒരു പ്രശ്നം. കഥ പറഞ്ഞു തുടങ്ങിയാൽ അപ്പൊ പെട്ടെന്ന് നിർത്തണം. ഒരു സമയം നമുക്ക് ഒരു മത്തി വേവാനുള്ള സമയമുണ്ട്. ഞാൻ ഏത് റേഞ്ചിലും എന്റെ കഥ പറയാവുന്ന ഒരു കഥ അവസ്ഥയിൽ കുറച്ചൊന്നും എത്ര ഷോർട്ട് ആക്കണം എത്ര ലാർജ് ആക്കണം എന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ജനിച്ചു വളർന്നത് ഒരു പോലീസുകാരൻ്റെ മകനായിട്ടാണ്. അപ്പോൾ നാട്ടിൽ ഒരു ഗവൺമെൻറ് ജോലിയൊന്നും എല്ലാവർക്കും കിട്ടാത്തൊരു കാലഘട്ടത്തിൽ പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ചു. കൊടിയ ദാരിദ്ര്യം എന്ന് വെച്ചാൽ 2.5 സെൻറ്റ് സ്ഥലത്ത് ഒരു ചാണം തേച്ച വീട്ടിൽ ഒരു ഓല കെട്ടി താമസിക്കുന്ന ഒരവസ്ഥയിൽ, കുളിമുറിയില്ല, ബാത്റൂമില്ല, വെള്ളമില്ല, കിണറില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ഫാദറൊക്കെ ജോലിക്ക് പോയി വന്നിട്ട് പോലീസ് ജീപ്പിലൊക്കെ ഇറങ്ങിയിട്ട് നേരെ വന്നിട്ട് അപ്പുറത്തും വെള്ളം കോരി കൊടുത്തിട്ട് വീട്ടിൽ വേണം കുളിക്കണമെങ്കിൽ, കടം മേടിച്ച് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. എൻ്റെ സ്റ്റോറി പറയുമ്പോൾ തന്നെ 12 വയസ്സിൽ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുന്നിട്ട് ജോലിക്ക് പോകേണ്ട അവസ്ഥ മിക്കവാറും. ആ കാലഘട്ടത്തിൽ പൈസ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് കുറച്ച് ദയനീയമായ അവസ്ഥയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. 7ാം ക്ലാസ്സിൽ അങ്ങ് നിർത്തി. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ പരീക്ഷ 7 ജയിച്ചു. സത്യം പരീക്ഷ ജയിച്ച് പലരും നിർത്തിയാൽ 7ലും ജയിച്ചില്ലെങ്കിൽ പിന്നെ അല്ല, ഞാൻ ജയിക്കാഞ്ഞിട്ടല്ല, പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ താഴെ 2 ആളുണ്ടായിരുന്നു, വീട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയിട്ട് എന്താ പറയുക, ഒരു സ്റ്റേഷൻ കടയിൽ ജോലിക്ക് പോകണം. അപ്പോൾ അവിടെ നിന്ന് പൈസ ഉണ്ടാവില്ല. പക്ഷേ 2 വർഷം കൊണ്ട് എനിക്ക് ശമ്പളമൊന്നും കാര്യമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അവിടെ നിന്ന്. കാരണം 3 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ മുതലാളി 200 രൂപ എടുത്ത് തരും. അന്ന് എല്ലാവർക്കും അത്രേ ഉള്ളൂ. ഒരു 16 വർഷം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്ക് മാസം 400 രൂപയായിട്ട് ശമ്പളമുള്ളൂ. അപ്പോൾ ആ കാലഘട്ടം അതായിരുന്നു. വെറുതെ ഫുഡ് കിട്ടും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. മുതലാളിക്കും പൈസയൊന്നുമില്ല. 50 രൂപ 100 രൂപ എന്നൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് പോരണമെന്നുള്ളത്. പക്ഷെ എല്ലാ ഞായറാഴ്ചയും ഒരു മുട്ടക്കറിയും വെള്ളയപ്പം കിട്ടും അവിടെ നിന്ന്. ഇതിന്റെ രുചി പിടിച്ചിട്ട് അടുത്ത ഞായറാഴ്ച പറയാം അങ്ങനെ ഞാനൊരു 2 വർഷം അവിടെ ജോലി ചെയ്തു. എത്ര മുട്ട തന്നിട്ടുണ്ടാവും? ഇഷ്ടം പോലെ മുട്ട. അതാണ് ഈ മുട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 48 ആ കണക്കിലൊന്നും നിൽക്കില്ല. കാരണം എന്താ വെച്ചാല് 4-5 മുട്ട തിന്നാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഫുഡിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഫുഡ് കിട്ടും. അത് മാത്രമേ ലക്ഷ്യം. പക്ഷേ ഒരു 1.25 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനത് ജോലി അവിടെ നിന്ന് വിട്ടു പോന്നു. എന്നിട്ട് വീണ്ടും 8ൽ തന്നെ വീണ്ടും ചേർന്നു. അപ്പോൾ അത് എത്ര ഗ്യാപ്പ് കിട്ടി? 2 വർഷം ഗ്യാപ്പായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മറ്റുള്ള കുട്ടികളെക്കാളും കുറച്ചുകൂടി മുതിർച്ചയുണ്ട്. പക്ഷേ ശാരീരിക വളർച്ച ഒന്നുമില്ല, മെലിഞ്ഞിട്ട് ഞാനുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്നൊരു കാര്യം ചെയ്തു. അന്ന് ഒരു SFIയുടെ കുറച്ച് സുഹൃത്തുക്കൾ, DYFIയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു, CPM കുറേ ആൾക്കാർ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ട് എന്നെ കേച്ചേരി എന്ന് പറഞ്ഞാൽ യൂസഫ് അലി കേച്ചേരി നാട്ടിൽ അവിടെ SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു കാര്യമില്ലാണ്ട് വെറുതെ അവിടെ സെക്രട്ടറി ആക്കി. അപ്പോൾ ലീഡർഷിപ്പിനെ ഞങ്ങൾ അവിടെ അന്നൊക്കെ നമ്മുടെ കാലത്തൊക്കെ സ്കൂളിൽ പൂട്ടായിരുന്നു. നമ്മൾ സമരം അപ്പോൾ സ്കൂളിൽ പൂട്ടി. ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുത്തിക്കൊന്നു. പടിഞ്ഞാറത്തറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുത്തിക്കൊന്നു. 8ാം ക്ലാസ്സിൽ കുത്തിക്കൊന്നു. സ്കൂളിൽ കുത്തിക്കൊല്ല, അടിയുണ്ടാക്കുക. അപ്പോൾ നമ്മൾ പിന്നീട് ജോലി ചെയ്തിട്ട് പള്ളിയിലെ കപ്പിയാരി പണി മുതൽ നാട്ടിലെ പെയിന്റ് പണി എടുക്കൽ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പോയിട്ട് തന്നെയാണ് റെഡി ആയതൊക്കെ. പിന്നെ സംരംഭത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ തുടങ്ങി 29 വയസ്സിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചത്. അത് തന്നെ തട്ടിമുട്ടി അങ്ങനെ തുടങ്ങാന്നല്ല. ആദ്യത്തെ ബിസിനസ് ഫർണിച്ചർ തന്നെ. ഞാൻ തുടങ്ങുന്ന ബിസിനസ് ഫർണിച്ചറിൽ തന്നെയാണ്. 9 വർഷം ജോലി ചെയ്തത്. ഫർണിച്ചർ തന്നെ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫർണിച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്തിരുന്നത് കുറ്റ്യാടി ഭാഗത്ത്. വയനാടായിരുന്നു എൻ്റെ ആദ്യത്തെ മേഖല. വയനാട്ടിലേക്കാണ് ഞാൻ വന്നോണ്ടിരുന്നത്. പക്കറന്തല ചുരം വഴി അങ്ങനെ കയറും വണ്ടിയായിട്ട്. പിന്നെ അപ്പോൾ ഫാഹിം, ഇതേപോലെ നിങ്ങളുടെ ഒരു ബാല്യകാലം ഒന്ന് ക്യുക്കായിട്ട് പറയും. ചെറുപ്പം ബാല്യകാലം ഞാനും 10ാം ക്ലാസ് ജയിച്ചോ? ഞാൻ പിന്നീട് 10ാം ക്ലാസ് ജയിച്ചു. സത്യം. ഓക്കെ. അപ്പോൾ ഞാൻ ജയിച്ചു. ഇവിടെ 10ാം ക്ലാസ് ജയിച്ച 3 പേരാണ്. വേണമെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് കാണിക്കാം. കമന്റിൽ ചോദിച്ചാൽ നമ്മൾ കാണിക്കാം. എൻ്റെ അക്കാദമിക് കഴിഞ്ഞത് ഒരു 5 സ്കൂളായിട്ടാണ്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ പിന്നെ ഞാൻ തീരുമാനിച്ചു ഡിഗ്രിക്കൊന്നും പോകുന്നില്ല. കാരണം പഠിച്ചൊരു ജോലി എന്നുള്ളൊരു സാധനം എനിക്കിത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് ഈ അക്കാദമിക്സിൽ അവർ പഠിപ്പിച്ചു തരുന്ന സാധനങ്ങൾ പഠിച്ചിട്ട് അതൊരു ജോലിയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയാൽ പഠിക്കാൻ പറയുന്ന ജോലിക്ക് പോകാനല്ലേ, വേറെ എന്തെങ്കിലും പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടാക്കാനല്ലല്ലോ ആരും പുഷ് ചെയ്യുന്നത്. പഠിച്ചൊരു ജോലി കിട്ടുന്നുള്ളൊരു പരിപാടിയുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു കാര്യം പറയാം. ഒരു 10ാം ക്ലാസ്സുകാരനും ഒരു 12ാം ക്ലാസ്സുകാരനും എനിക്കതിൽ കൂടുതലുണ്ട്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, നോട്ട് ദ പോയിന്റ്. പിന്നെ എനിക്ക് ആ ടൈം ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അക്കാദമിക്കലി പഠിച്ചു പോകലൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. കുക്കിംഗ് കുറച്ചും കൂടി, കാരണം ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് പഠിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് ഇനീഷ്യേറ്റ് ചെയ്തത്, കുക്കിങ്ങിലോട്ട് വരുന്നത്. പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഡിപ്ലോമയാണ് ചെയ്തത്. പക്ഷെ ഐ എം സോ ബ്ലെസ്ഡ്. അന്ന് പഠിപ്പിക്കാൻ വന്ന ആ പ്രൊഫസേഴ്സ് ആക്ച്വലി അടിപൊളിയായിരുന്നു. ഇവൺ 9 മന്ത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ നോളജ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തു. അത് ആ എക്സ്പോഷർ കംപ്ലീറ്റ്ലി ഐഡിയോളജി മാറ്റി. അപ്പൊ ലൈഫ് മാറ്റാൻ ഒരു ടീച്ചർക്ക് പറ്റും. തീർച്ചയായിട്ടും ഒരു ടീച്ചർ അത് പഠിപ്പിക്കണം തന്നെ ഇല്ലല്ലോ. പഠിപ്പിക്കണം, ടീച്ചർ കോളേജിൽ വന്ന് പഠിപ്പിക്കണം എന്നില്ല. ഇന്ന് രാവിലെ ഒരു ടീച്ചറെ കുറിച്ച് ഞാൻ കേട്ടു. അതായത് ടീച്ചർ എന്തടിച്ചാലും അവസാനം കാറിലെത്തും. പഠിപ്പിക്കുന്നത് സയൻസ് ആയിട്ടാണ്. പുള്ളിക്ക് കാർ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ പുള്ളി മറ്റേ ഫോട്ടോസിന്തസിസ് ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് എവിടെ എത്തും? പോർട്രേറ്റ്. എന്ത് പറഞ്ഞാൽ അവസാനം പോർട്രേറ്റ്. നിങ്ങളെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്ത ഒരു ടീച്ചർ. ഞാൻ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും നല്ല ടീച്ചർ. നിങ്ങൾ എന്താണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആക്കിയത് ഒരു ടീച്ചർ, നിങ്ങളാക്കി മാറ്റിയ ഒരു ടീച്ചറെ കുറിച്ച് പറയും? അല്ല, സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സുണ്ട്, ഇഷ്ടംപോലെ ടീച്ചേഴ്സുണ്ട്. പക്ഷെ എന്നെ പഠിപ്പിച്ചത്, എനിക്ക് ജീവിതത്തിൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത്, എനിക്ക് സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലയിലെത്തുന്നത് ഞാൻ ബിസിനസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നമ്മൾ പണ്ട് കേട്ട കഥകളിലൊക്കെ നാട് വിട്ട് പോയിട്ട് ബിസിനസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ബൈബിളിലൊക്കെ തുടങ്ങുന്നുണ്ട്, അബ്രഹാം നാട് വിട്ട് പോയിട്ടാണ്, ഇപ്പോൾ ഇബ്രാഹിം നബി നാട് വിട്ട് പോയിട്ടാണ് അവരുടെ ട്രേഡേഴ്സാണ്. അപ്പോൾ നാട് വിട്ട് പോയതൊക്കെ അഭിവൃദ്ധിപ്പെടും എന്നുള്ളൊരു അബണ്ടൻസ് വരുന്നുള്ളൊരു ഫീൽ എപ്പോഴൊക്കെയോ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനും നാട് വിട്ട് പോയി. അപ്പോൾ പിന്നീട് ഞാനിപ്പോൾ ആളുകളോട് പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇനി സർവൈവ് ചെയ്യണ്ട, നാട് വിട്ടാൽ രക്ഷപ്പെടും. കുറേ കടം വന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നൊന്ന് മാറണം തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മളൊരു നാട് വിട്ട് പോയാൽ നമുക്ക് വേറെ ഒരു ഫ്രെയിം ഉണ്ടാവും. നമ്മൾ അതുവരെ കാണാത്ത, ചേഞ്ച് ആവും. അതായത് നമ്മളെ കുറിച്ച് നമ്മൾ അറിയണതല്ല, നാട്ടുകാർ വിചാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളെപ്പോഴും ബോധേഡാവുന്നത്. അപ്പൊ നമ്മൾ വേറൊരു നാട്ടിൽ പോയി നമുക്ക് വേറൊരു ചിത്രം വരയ്ക്കാൻ പറ്റും. നമ്മൾ ആ ക്യാൻവാസ്, ഒരു ബ്ലാങ്ക് ക്യാൻവാസ് കിട്ടും, അതിൽ ഏറ്റവും നന്നായിട്ട് നമ്മളെ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറ്റ്യാടി പോയിട്ട് ഞാനൊരു ബിസിനസ് കുറ്റ്യാടിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ അപ്പുറത്തുള്ള കുഞ്ഞമ്മക്കാരൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ തലയിൽ ഏറ്റിയിട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ എടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ മുതലാളി ഏറ്റിയിട്ട് വരിക എന്ന് വെച്ചു. ഇവിടെ ഒരു മുതലാളിയില്ല, ഇവിടെ ഉള്ള കാശ് ലോണൊക്കെ എടുത്തിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള പെർസെപ്റ്റീവ് മാറി, നമ്മളെ കുറിച്ച് ആളുകൾ പറയുന്നതൊക്കെ മാറി. അപ്പോൾ എനിക്ക് കടം തരാൻ ഒരാൾ, എൻ്റെ നാട്ടിലൊരാളോട് സംശയം ചോദിച്ചു, ജിജിയേട്ടാ ഞാൻ അവന് കുറച്ച് സാധനം കടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, സുപ്രിയ ബെട്ടിൽ ജലീലാണ് കൊണ്ടോട്ടിന്ന് വിളിച്ച്. അവൻ എന്താ കൊടുത്തോണ്ടപ്പം ഇവിടെ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് അറിയോ? കളിയാക്കി പറഞ്ഞാണ്. നമ്മുടെ 2 സെന്റ് സ്ഥലമൊന്നും ഇയാൾക്കറിയാം. അവിടെ റബ്ബർ വെട്ടിയ കഴിഞ്ഞല്ലോ, അവന്റെ റബ്ബറിന്റെ ആ കായ് വിറ്റ് പെറുക്കിയാൽ തന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടും, നീ ധൈര്യമായിട്ട് കടം കൊടുത്തു പറഞ്ഞു. അപ്പൊ ഇയാൾ ശരിയാന്ന് വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ കടന്നു. ചില സമയങ്ങളിൽ കളിയാക്കിയാലും നമുക്കത് ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ എന്നോട് ആര് പറഞ്ഞു, ഇനി ഒരു കാറൊക്കെ വാങ്ങിക്കുമായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാർ വാങ്ങി. കടം അൾട്ടോ ഒരു 800 അൾട്ടോ എടുത്തിട്ട്, ഒരു വൈറ്റ് കളർ കാർ എടുത്തിട്ട് പേടിച്ചിട്ട് വാങ്ങിക്കണം. എന്നാലും ഇനി ബെൻസൊക്കെ വാങ്ങൂല എന്നൊക്കെ പറഞ്ഞു ആളുകൾ, കളിയാക്കിട്ടാ പറയുന്നത്. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിലും. അല്ല, എന്തായാലും ആളുകൾ, ഞാൻ ചോദിച്ചൊന്ന ചോദ്യം, ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ടീച്ചർ എന്നുള്ളത്? എൻ്റെ ജീവിതത്തിലെ ടീച്ചർ എൻ്റെ ബിസിനസ് തന്നെയാണ്. നമ്മുടെ ഇപ്പൊ ഇൻസ്പയർ ചെയ്യിച്ച ഒരു സാധനം ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പണി
വിടാതെ ഞാനൊരു ഏത് സമയത്തും ബിസിനസിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഇലോൺ മസ്കിനോട് പറഞ്ഞത് കേട്ടിട്ടില്ലേ, ബിസിനസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എത്ര സമയം ഉറങ്ങും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 6 മണിക്കൂർ ഉറങ്ങും. ഉള്ളതാണോ തെറ്റാണോ എന്നറിയില്ല, പറഞ്ഞു കേൾക്കുന്നതാണ്. 6 മണിക്കൂർ ഉറങ്ങും. അപ്പം നിങ്ങൾ എത്ര സമയം ബിസിനസ് ചെയ്യും? ഞാൻ ഉണർന്ന് എണീച്ചാൽ ബിസിനസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ട്വിറ്റർ വാങ്ങിയപ്പോൾ ബെഡ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന കഥ അല്ല, ട്വിറ്ററിൽ പോയതും ബെഡ് പുറത്തിട്ടു എന്നുള്ള കഥ അത് സത്യമായിരിക്കും. അയാൾ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനെ പിന്നെ വേറൊരു പണി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫുൾ ടൈമേഴ്സ് ആണ് പിന്നെ അതിന് മുകളിൽ. അല്ല, അത് ഏത് ബിസിനസ്സുകാരനും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ രാത്രി 10 മണിക്ക് നമ്മൾ ഈ പറയുന്ന മീൻ ടൈമിൽ ഇരുന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങിക്കൂടെ അല്ലേ? അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനി ചില ആളുകൾ പറയും ഞാൻ പാർട്ട് ടൈം ആയിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഞാൻ എഴുതി ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കാം, പാർട്ട് ടൈം ആയിട്ട് ആൾ ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞിരിക്കും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. പാർട്ട് ടൈം ബിസിനസ് ഇല്ല. പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യണം. എന്താണ് ഫാഗിങ് ബിസിനസ് തുടങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഒരു ഫിഷ് ബേപ്പ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പുതിയ ഒരുപാട് ആശയങ്ങളുണ്ട് അല്ലേ? എന്താണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ പാഷനായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം ഫൈസലിൻ്റെ കേസിൽ പാഷൻ അല്ല ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും പാഷനാണോ ചെയ്യുന്നത് അതോ എന്താണ് നിങ്ങളുടെ ഒരു പാഷൻ എന്ന് പറയുന്നതിനെക്കാട്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതാണ്. അതായത് ഏറ്റവും എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് വേറെ ഓപ്ഷൻ അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു സെഗ്മെന്റ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നാണ് യു ഷുഡ് ഹാവ് എക്സ്പീരിയൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആ സാധനം ഇല്ലാത്തടത്തോളം കാലം പിന്നെ വേറെ ചിന്തിക്കുന്നില്ല. ആ ചിന്താഗതി മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് ജോലി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് വരുന്നില്ല. കാരണം അത് ചെയ്യാൻ അവിടെ ഒരാളടുത്ത് പോയി ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിയില്ല. അപ്പം അല്ല, നമുക്ക് വേറൊരാൾ ഒരു അങ്ങനെ ഉണ്ടോ ഫൈസലിൽ? അതായത് എനിക്ക് വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. അയാളൊരു കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. 13 വർഷം ജോലി ചെയ്തു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ റിസൈൻ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിലാണ് പുള്ളി നമ്മളെടുത്ത് സമീപിച്ച്. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറേ സ്റ്റോറി പറഞ്ഞതിൻ്റെ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്ത് അയാളുടെ ഭാര്യയുടെ അമ്മയ്ക്ക് അവിടെ ജോലി എടുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നല്ല, അതുകൊണ്ട് ഭാര്യയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനാവില്ല. നിങ്ങൾ പാഷനില്ലാതെ തുടങ്ങിയിട്ടുണ്ടാവാം, പിന്നീട് അതൊരു പാഷനാക്കണം, പിന്നീട് അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. നമ്മൾ പറയില്ലേ എത്തിപ്പെട്ടു, ഇനി അതിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും കഷ്ടപ്പാടായിരിക്കും. നമ്മൾ പറയില്ലേ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മളിടുന്ന ഒപ്പുകൾ വികൃതമാവുന്നതും സമയമെടുക്കുന്നതും അതിനൊരു ഫിനിഷിംഗ് ഇല്ലാതിരിക്കുന്നതൊക്കെ നമുക്കത് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് നമുക്കത് ഇഷ്ടമില്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് കേട്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്, നമ്മൾ അറിയാൻ പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ അത്ര ഇഷ്ടമില്ലാതെ ഭാര്യയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബിസിനസ് ഒക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല. ബിസിനസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വേറെ എന്തൊക്കെയുണ്ടോ? ബിസിനസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്ത അല്ല, ഞാൻ ഫർണിച്ചർ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഈ മാർക്കറ്റിങ്ങിൽ പോയിരുന്ന അല്ലെങ്കിൽ സെയിൽസിന് ഇങ്ങനെ പോകുമ്പോൾ ഈ ഫീൽഡിൽ വർക്കിനൊക്കെ പോകുമ്പോൾ മിക്കവാറും കാണുന്ന ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു തെറ്റാണ്. ഒരു ലേശം പൈസ ആയി കഴിഞ്ഞാൽ ഒരാളില്ല, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ ഒരു ചിട്ടി ചേരും. ഗോകുലത്തിലാണ് അന്ന് ചേരുക. എന്നിട്ട് ആ ചിട്ടി ഒരു 4-5 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങും, അത് ലാഭത്തിന് വെക്കും. ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു ചിട്ടി വിളിച്ചു 5 ലക്ഷം രൂപയ്ക്ക് വെക്കും. പിന്നെ അന്ന് മുതൽ ഷോപ്പിലുണ്ടാവില്ല. ഈ 50,000 രൂപ ഒറ്റ ദിവസം കിട്ടിയില്ലേ, പിന്നെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി. അപ്പോൾ ഈ സ്ഥാപനം ഒരു സൈഡായിട്ടുണ്ടാവും, റിയൽ എസ്റ്റേറ്റ് അവിടെ ഒരു സൈഡിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് മിക്കവാറും ബ്രോക്കർമാരായിട്ട് മാറുന്നതും. പിന്നെ ഇതും ഇല്ലാണ്ട് ആവണത് മേടിച്ചവർക്ക് ഒരു 3 മാസമോ 2 മാസം. അതായത് ഫണ്ട് റീയൂട്ടിലൈസ് എന്താ പറയാ, വഴിമാറ്റി ചെലവഴിക്കുക. നമ്മൾ പറയില്ലേ ഫണ്ട് ഒരാളുടെ അടുത്ത് ഉണ്ടാവുമല്ല, ഫണ്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ബിസിനസ്സുകാരും ആളുകൾ പെട്ടെന്ന് ഒരു ലേശം പൈസ കയ്യിൽ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അറിയാതെ പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് 1000 കോടി രൂപയുണ്ട് അല്ലെങ്കിൽ 100 കോടി രൂപ ഉണ്ടെങ്കിൽ 100 കോടി കൈകാര്യം ചെയ്യാൻ അയാൾ പഠിച്ചു എന്നതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ ആ 100 കോടി രൂപ സ്വത്തിന് ഉടമ എന്നൊന്നും അർത്ഥമില്ല. അതിന് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരുടെ അടുത്ത് എത്തിയെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോട്ടറി അടിച്ചിട്ട് കാണുന്ന മിക്കവാറും ആളുകൾ ചിലപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ബസ്സുള്ള ഒരാളൊക്കെ ഇതൊക്കെ ഉണ്ടായതാണ്. തലശ്ശേരി സ്വന്തമായിട്ട് ബസ് ഉണ്ടായിരുന്ന ഒരാൾ ലോട്ടറി അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ അവിടെ ചെരുപ്പ് കട ഉണ്ടായിരുന്നു, ബസ് ഉണ്ടായിരുന്നു. ആള് പിന്നെ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ കൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാതെ അയാൾ നാട്ടിൽ പെട്ടി ഓട്ടോ ഓടിച്ച് നടക്കായിരുന്നു. പേര് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനാണ്. ജീവിതകാലം മുഴുവൻ പെട്ടി ഓട്ടോ ഓടിച്ച് നടക്കായിരുന്നു. അപ്പോൾ ആ ബിസിനസ്സിൽ അനാവശ്യമായിട്ട് ഫണ്ട് വന്നാൽ, അത് ലോൺ വന്നാലും അങ്ങനെ തന്നെയാണ്. വലിയൊരു ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കി കൊടുക്കും, എന്നിട്ട് ബുദ്ധിമുട്ടാക്കും. പക്ഷേ ഒരു ഇൻവെസ്റ്റർ വരുന്ന സമയം, ഒരു വെഞ്ചർ ക്യാപിറ്റൽ വരുന്ന സമയങ്ങളിലൊക്കെ അയാൾ ശരിക്കും പഠിക്കും. ഈ ഫൗണ്ടറുടെ
നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇയാൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ എടുത്താലും ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എടുത്താലും ബിസിനസ് പൊളിയില്ല. അതെ. അയാൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ കാരണം ഇൻവെസ്റ്റ് അവരുടെയും കൂടി ആവശ്യമാണ്. അവർ ആ ഡ്യൂ ഡിലിജൻസ് അല്ല, ചെക്ക് അവർക്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് അറിയാവുന്നതാണ്. ശേഷമാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റർ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ആയാലും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയാലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടറുടെ മുകളിലാണ്. ഒരിക്കലും ഒരു ബിസിനസ് കമ്പനിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കും കോൺസെപ്റ്റ് ആവശ്യമില്ല. കാരണം ഈ കോൺസെപ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് റൺ ചെയ്യാനാണ് ആളെ ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ അടുത്ത് വമ്പൻ ഒരു ഐഡിയ ഉണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ സ്കെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്കെയിൽ ചെയ്യുന്ന പല ഐഡിയകളും പുതിയ ഐഡിയകളല്ല. ദോശ ഉണ്ടാക്കുന്ന പുതിയാണോ? മുസ്തഫ ദോശ ഉണ്ടാക്കിയപ്പോൾ അതങ്ങനെ വലിയ സംഭവമായി. ദോശ പണ്ടേ നാട്ടിലില്ലേ? അത് എക്സിക്യൂട്ട് ചെയ്യാനും അയാളെടുത്ത എഫർട്ടാണ്. അതാണ് അവരുടെ വിഷനാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. അത് പലപ്പോഴും പല ഫൗണ്ടേഴ്സും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫൈസലിനെ പോലെ ബോറൻ ബിസിനസ് ചെയ്യുന്ന ഒരാളില്ല. ഫർണിച്ചർ എമ്മാതിരി ബോറൻ ബിസിനസ് അല്ലേ? അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഫർണിച്ചർ അത്രയ്ക്ക് പോരാണോ? കാരണം എന്താന്ന് വെച്ചാല് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു ഫർണിച്ചറിന്റെ മുകളിൽ ഇരിക്കുക, എന്നിട്ട് ഞങ്ങൾ രണ്ടാളും നിൽക്കുകയാണ്. അപ്പൊ ആകെ കൂടിയിട്ടുള്ള ഒരു ഫർണിച്ചറിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുക, എന്നിട്ട് പറയാം ഫർണിച്ചർ ഭയങ്കര ബോറൻ ബിസിനസ് ആണെന്ന് പറയാൻ. അല്ല, ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഫാഗുവിന്റെ ബിസിനസ് രസമാണ്. ഫാഗുവിന്റെ ബിസിനസ് രസമാണ്. ആളുകൾ വരുന്നു, അവൻ ഫിഷ് ഉണ്ടാക്കുന്നു, അത് വിളമ്പി കൊടുക്കുന്നു, അത് കഴിക്കുന്നു, എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ലത് പറയുന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് അത് നല്ല ബിസിനസ് ആണോ? അത് കഴിച്ചു കഴിഞ്ഞിട്ടൊരു അവസ്ഥ ഉണ്ടല്ലോ. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. അതിനൊരു ഹരമുണ്ട്. നിങ്ങളുടെ ഈ ബിസിനസ്സിലുള്ള ഈ ഹരം ഉണ്ടല്ലോ, അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഹരം ആ സ്റ്റൂളിന്റെ മുകളിൽ ഇരുന്ന് പറയുമ്പോഴാണ് ഹരക്കുറവാകുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ ഫർണിച്ചർ വിൽക്കുന്ന ഹരല്ലേ? ഇവിടെ വായു, വെള്ളം, വസ്ത്രം, പാർപ്പിടം, ഇതേപോലെ തന്നെ ഫർണിച്ചറാണ്. റെസ്റ്റ് എടുക്കണമെങ്കിൽ എത്ര നേരം നിങ്ങൾ നിൽക്കും? എത്ര നേരം നിങ്ങൾ ഉറങ്ങാതിരിക്കും? നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ, ഓഫീസിലിരിക്കണമെങ്കിൽ ഓഫീസിൽ ഡെസ്ക് വേണം, ബെഞ്ച് വേണം. ഇതൊക്കെ ഫർണിച്ചർ പെട്ടെന്നാണ്. മൂവബിൾ ആയിട്ടുള്ള എല്ലാ ഫർണിച്ചറാണ്. നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ഫർണിച്ചർ ഇല്ലാതെ ഒരു കാറിന്റെ സീറ്റ് വേണ്ടേ? ഒക്കെ ഫർണിച്ചറാണ്. അപ്പൊ ഇത് ബോറൻ ബിസിനസ് അല്ല, ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബിസിനസ്സുകളാണ്. അപ്പൊ ഇതില്ലാതെ ഫർണിച്ചർ ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. വളരെ പ്രയാസമാണ്. അയാൾ ഒരു കല്ലുകൊണ്ടേലും ഒരു ഫർണിച്ചർ ഉണ്ടാക്കി ജയിലിൽ ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ ജയിലിൽ ജീവിക്കണം. ജയിലിൽ ജീവിക്കണമെങ്കിൽ പായ കൊടുക്കണം, അതൊരു ഫർണിച്ചറാണ്. തലേണ കൊടുക്കണം, അതൊരു പില്ലോ ഫർണിച്ചറാണ്. ഒരു ഡൗട്ടും ഇല്ല. ഫർണിച്ചർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രയാസമാണ്. ഞാൻ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ജീവിക്കാം, ബുദ്ധിമുട്ടാണ്. ആ ഫർണിച്ചർ വളരെ ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഞാൻ ഫൈസലിനോട് അങ്ങനെ പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫയറുണ്ട്. അത് വേണം. ഇപ്പൊ ഞാൻ എന്റെ ബിസിനസിനെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പ്രതികരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ, അതാണ് നമ്മൾക്ക് അതിനോടുള്ള, അതാണ് പാഷൻ. അതിപ്പോ വേറെ ആര് ഫർണിച്ചർ ചെയ്യണമെന്നുള്ളൊന്നും വിഷയമൊന്നുമില്ല. ഫർണിച്ചർ നമ്മളെന്ന് മേടിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ.എം. ബാദുഷ, മലയാളത്തിലെ ഏറ്റവും സിനിമ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ ബാദുഷ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വായെന്ന് പറഞ്ഞു. വൈഫ് കുറേ ഐഡിയകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ കൺസെപ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ആ പാർട്ടീഷൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ ഒരു പരിചയമുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ഞാൻ ഒരു കുഴപ്പമില്ല, പാർട്ടീഷൻ ഞങ്ങളുടെ കൂടെ ഐഡിയ വേണേൽ ഷെയർ ചെയ്ത് തരാം, ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വരച്ചു ക്ലിയർ ആക്കി കൊടുത്തു, എവിടുന്ന് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്, നന്നായി ചെയ്യട്ടെ, ഐഡിയകൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലാതെ ഫർണിച്ചർ ഇഷ്ടപ്പെടുന്നിട്ട് ഐഫേലെ ഫർണിച്ചർ ഇഷ്ടപ്പെടണം ഒരു ചിന്തയില്ല, നല്ലത് വാങ്ങിക്കാം. അല്ല, ഞാനത് എപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻഡസ്ട്രി വളരുമ്പോൾ മാത്രമേ അതിനുള്ളിൽ കയറി നിന്നിട്ട് കാര്യമുള്ളൂ, ഒരു ചത്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ 2 ബ്രാൻഡ് ഞാൻ എപ്പോഴും പറയലുണ്ട്, അല്ലെങ്കിൽ 3 ബ്രാൻഡ് പറയാൻ വേണമെങ്കിൽ. ഒന്ന്, ഇൻഡസ്ട്രിയിലെ സർവൈവ് അല്ലെങ്കിൽ ഈ മൊബൈൽ യുഗം വരുന്ന കാലഘട്ടത്തിൽ ഇതിൽ ഒരു എക്സ്ട്രീമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്ത ആളാണ് മൈജി. ഇൻഡസ്ട്രി വളർന്നു, സ്മാർട്ട് ഫോണിൻ്റെ ആ കാലഘട്ടത്തിൽ അതിനോടൊപ്പം അപ്പൊ ഈ വേവ്സ് പൊന്തി വരുന്നതിനോടൊപ്പം വളർന്ന ഒരു കമ്പനിയാണ് മൈജി എന്ന് പറയും. അതുപോലെ ഗോൾഡിന് 3000 രൂപ വിലയുള്ളപ്പോൾ 4000 രൂപ വിലയുള്ളപ്പോൾ തുടങ്ങിയ ഒരു കമ്പനിയാണെന്ന് ലോകത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 500ഓളം ബ്രാഞ്ചുകളായി മലബാർ ഗോൾഡ്. അപ്പൊ ഇത് ഇൻഡസ്ട്രിയുടെ ഒപ്പം വളരുന്നതാണ്. അപ്പൊ വളരുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതുപോലെ സ്റ്റുഡിയോ, ഇവിടെ ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് 1000 രൂപയ്ക്ക് വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് 1000 രൂപയുടെ കഥയും പറയുമ്പോൾ ഈ 12% ടാക്സ് വരുന്നത് ഡ്രസ്സിന് വരുന്നത് 1000-ന് മുകളിലേക്കാണ്. അപ്പൊ 1000-ന് താഴെ വരുന്നതിന് 5% ടാക്സ് ഉള്ളൂ. അപ്പൊ 7% കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് ഒരു വലിയൊരു അനുഭവം, നമ്മുടെ ലേഡീസ് പിന്നാലെ നടക്കാതെ, സെയിൽസുകൾ പിന്നാലെ നടക്കാതെ സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറ വരുന്നു എന്നുള്ളതും അവർക്ക് വേണ്ടിയിട്ട് സുഡിയും ഈ സ്റ്റൈൽ യൂണിയനൊക്കെ വന്നു. അപ്പൊ ഇൻഡസ്ട്രി വരുമ്പോൾ വന്നിട്ടുള്ള ഗ്രോത്ത് ആണ് ഇതൊക്കെ. അതുകൊണ്ട് 700 രൂപയുടെ ഷെയറിന്റെ വാല്യൂ ഇപ്പോൾ അവരുടെ 7000 ആയി പോകും. അല്ല, അതെ, നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോമ്പറ്റീറ്ററെ പേടിക്കുന്നുണ്ട്. സത്യത്തിൽ കോമ്പറ്റീറ്റർ വളരാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരൻ. കാരണം അവൻ വളരുമ്പോൾ മാത്രമേ നമ്മളും അവനൊപ്പം വളരുള്ളൂ. ഇല്ലെങ്കിൽ ഇൻഡസ്ട്രി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കോമ്പറ്റീഷനെ പേടിച്ചിട്ടുണ്ട്? കോമ്പറ്റീഷൻ
പേടിച്ചിട്ടില്ല എന്ന്. ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ കോമ്പറ്റീഷനെ പേടിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ ഫർണിച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 3,20,000 കോടി രൂപയാണ്. ഇതിൽ എത്ര കോടി നമ്മുടെ ആയുസോ നമ്മുടെ മക്കളുടെ ആയുസിൽ എത്ര കോടി നമ്മൾ 3,20,000 കോടിയാണ് ഇതിന്റെ ഓർഗനൈസ്ഡ്. എന്നാൽ ഹോം അപ്ലയൻസിന്റെ ഡിവിഷനിൽ 1,70,000 കോടിയുള്ളൂ. മൊബൈല് 1,20,000 കോടിയുള്ളൂ. അപ്പൊ ഈ ഫർണിച്ചർ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 3,20,000 കോടിയിൽ എത്ര നമുക്ക് എടുക്കാൻ പറ്റും? അപ്പൊ ആരോടെ നമ്മൾ വാശി പിടിക്കുന്നത്? അപ്പുറത്തുള്ള 50 ലക്ഷം. എപ്പോഴും നമ്മളിപ്പോ പറയുന്നല്ലോ GT, ജനറൽ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ 80% ഉണ്ട്. മോഡേൺ ട്രേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മേ ബി ഇപ്പോൾ 20-22 ഒക്കെ ഉള്ളൂ. അപ്പം നമ്മളീ പറയുന്ന എല്ലാ ബ്രാൻഡും കൂടി കൂട്ടി വരുന്ന മോഡേൺ ട്രേഡ് 22% ഉള്ളൂ. അപ്പോഴും നമ്മുടെ SFPയിൽ 80% കച്ചവടം നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഏത് ബിസിനസ്സിനും കോമ്പറ്റീഷനെ പേടിക്കാതെ ആക്ച്വലി ബിസിനസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ പ്രൈസ് പോയിന്റിൽ, ഇപ്പം ഇന്ത്യനെ നമ്മളൊരു പ്രൈസ് മാർക്കറ്റ് എന്നാണ് പറയുക, എപ്പോഴും വില നോക്കി വാങ്ങുന്നത്. സത്യത്തിൽ ഇന്ത്യ ഒരു പ്രൈസ് മാർക്കറ്റാണ്, അല്ലെങ്കിൽ കേരളം ഒരു പ്രൈസ് മാർക്കറ്റാണ്. അത് ബ്രാൻഡ് സാമിനെ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന് പോലെ ഇരിക്കും. നമ്മൾ പ്രൈസിനാണ് പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ പ്രൈസ് ആയിരിക്കും കൺസേൺ. അല്ല, നമ്മൾ ക്വാളിറ്റീൻ്റെ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ കുറേ കസ്റ്റമേഴ്സ് ഒഴിവായി പോകുമായിരിക്കാം. പക്ഷെ 1-2 ആൾ പോയാലും ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്ക്. ഇപ്പോൾ പ്രൈസിൻ്റെ പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ഫർണിച്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് 10 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്നുണ്ട്. ആ 10 കോടി ടേൺ ഓവർ ഒരു പ്രൈസ് നോക്കണില്ല. സാധാരണ ആളുകൾ ഇതിനായിട്ട് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റിട്ടും അവർക്ക് അത്രയും ടേൺ ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 10 കോടി ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ഇട്ട് കോമ്പറ്റീഷൻ, അതായത് ഏറ്റവും കോമ്പറ്റീറ്റീവ് റേറ്റിന് കൊടുക്കുന്ന ആളുകൾക്ക് 50 ലക്ഷം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു വാല്യൂ മാർക്കറ്റാണ് ശരിക്കും. അതായത് അത് ഇന്ത്യയെക്കുറിച്ച് നമ്മൾ അധികം ഒന്നും പറയാത്ത ഒരു വാല്യൂ മാർക്കറ്റാണ്. അതായത് ഞാൻ എന്ത് പൈസ ഏത് വാല്യൂവിന് വാങ്ങും, അത് പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ 1000 രൂപ കൂടുതലാണ്, പക്ഷെ 1000 രൂപ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതാണ് ആ വാല്യൂ പ്രൊപ്പോസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കൺസൾട്ടന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയുന്ന ആളുകളായിട്ട് സംബന്ധിച്ചാലാണ് നമ്മുടെ ബ്രാൻഡ്. ഞാൻ ഫൈസലിനോട് എനിക്ക് പേഴ്സണലി, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ട കാലം വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, പക്ഷേ വളരെ അടുത്തൊരു സൗഹൃദം നമ്മളുടെ ഇടയിലുണ്ടായി. അപ്പോൾ അതിലെനിക്ക് ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ എന്തിനാണ് ആദ്യമായിട്ട് നമ്മളെ കാണാൻ വന്നത് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഇന്നുണ്ട്. ഞാനൊന്ന് പരസ്യമായിട്ട് ചോദിക്കും, എന്തായിരുന്നു നമ്മുടെ ഇൻറ്റൻഷൻ? ഒരുപക്ഷെ അന്ന് എനിക്ക് ഫൈസൽ കയറി വന്നപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഫൈസൽ കയറി വരുന്നു, അപ്പോൾ പ്രോഗ്രാമിൽ എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടാ, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം കാണുന്ന ആളല്ല, ഞാൻ ആരുടെയും വീഡിയോ കാണാറില്ല, ഞാൻ ഒരാളുടെ സ്വന്തം വീഡിയോ പോലും കാണാറില്ല, സ്വന്തം വീഡിയോ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വൈഫ് ഇങ്ങനെ ബാക്കിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ നിർത്തുന്നു. അപ്പോൾ ഫൈസലിനെ എനിക്ക് അറിഞ്ഞൂടാ. അതിലെനിക്ക് അന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല, അറിയില്ല എന്ന് പറയുന്നത് വലിയ സങ്കടം. നിങ്ങളെനിക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്ത് വെച്ച്, പക്ഷേ ഫൈസൽ ഒരു ഇൻഫ്ലുവൻസറാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഫൈസൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനാ പരിപാടിക്കുക? ഇന്ന് ഞാൻ ആ ചോദ്യം നിങ്ങളോട്, അന്ന് ഞാൻ ആ ചോദ്യം ചോദിച്ചില്ല. എൻ്റെ കൂടെ അവിടെ ഇരുന്ന 30 പേരിൽ എല്ലാവരും ചോദിച്ചു, എന്നെ അറിയുന്ന ആളുകൾ ഒരു 20 പേരുണ്ട്. എല്ലാവരും മാറി എന്നിട്ട് നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് കുറച്ച് കാലമായി. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ബുദ്ധിയും ബോധമുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇയാളുടെ കൂടെ നിങ്ങൾ നടന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ പിറ്റേ ദിവസം രാവിലെ, അന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നടന്നപ്പോൾ റണ്ണിങ്ങിൽ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു ഫൗണ്ടറുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ രാവിലെ നമ്മൾ നടന്ന് വരുമ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ആളുകൾക്ക് അയച്ചു കൊടുത്തു, ഞാൻ നടന്നു എന്ന് പറഞ്ഞു, ലിറ്ററലി നടന്നു. അപ്പോൾ ഞാനവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുതിയ കാര്യങ്ങൾ പറയുന്ന ഒരാൾ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റോറികൾ. നിങ്ങൾ ഏത് ബിസിനസ്സുകാരോട് സംസാരിച്ചാലും അവർക്ക് അവരുടെ ജീവിതമായിട്ടും ബിസിനസ്സായിട്ടും മാർക്കറ്റിംഗ് ആയിട്ടും ബ്രാൻഡിംഗ് ആയിട്ടും ഒക്കെ പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ പറ്റും. നിങ്ങൾ അത്രയും പഠിച്ച അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നൊരു ദിവസം കാണണം. പിന്നെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരായിട്ട് ട്രേഡിങ് നടത്തി പെട്ടെന്ന് ബന്ധം ഉണ്ടാവും. അപ്പം നിങ്ങളായിട്ട് ഞാനും മോനും കൂടി വന്നത് 6,000 രൂപ 12,000 രൂപ ട്രേഡിങ് നടത്തിയിരുന്നു. അത് അറിഞ്ഞോന്നറിയില്ല. നഹയ്ക്ക് ഞാൻ 12,000 രൂപ ഫീസ് കൊടുത്തിട്ട് വന്നാൽ ഒരു ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഫ്രീ ആയിട്ട് അവിടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് തുടങ്ങിയപ്പോഴും ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ സ്പീച്ച് നടത്തുന്ന വിചാരിച്ചത്. അവിടെയുള്ള 30 പേര് മിണ്ടുന്നത്രേ നിങ്ങൾ മിണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി. നമ്മൾ ലാസ്റ്റ് കുറെ ചിരിച്ചിട്ട് അവിടെ നിന്ന് പിരിഞ്ഞത്. നമ്മളൊരു ദിവസം 30 മണിക്കൂർ എൻജോയ് ചെയ്ത് അവിടെ വന്നുള്ള ആളുകളാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഡിലേമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ട് ഞാനൊരു ട്രെയിനിങ് കാണുന്നത് അവിടെ നിന്നാണ്. ഒരുപാട് ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും
അത്തരത്തിൽ അറിവില്ലാത്ത ഒരാളാണല്ലോ എന്നുള്ളൊരു ഞാൻ ട്രെയിനിങ് കോംപ്ലക്സ് ഉണ്ട്. ഞാൻ ഒന്നും കൂടി ചോദ്യം അത് തുടക്കത്തിലേക്ക് ഒന്നുകൂടി വരാം. ഈ നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, അതാണോ നിങ്ങളെ ഈ വലിയ രീതിയിലേക്ക് വളർത്താൻ സഹായിച്ചത്? ഞാൻ 2 രീതിയിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഒന്ന്, ട്രെയിനിങ്ങിലൂടെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ചുറ്റോടത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചതെന്ന് 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിൽ നിന്ന് ഒന്നും എടുത്ത് കൊണ്ടുവരണ്ട, വേറൊരു ഇൻട്രസ്റ്റിൽ നിന്ന് കോപ്പി അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയില്ല, ഭയങ്കര ഐഡിയ ആണല്ലോ ഫൈസൽ ഉപയോഗിച്ച്, ഭയങ്കര ഐഡിയ ആണല്ലോ ഒരാൾ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ആ ഇൻട്രസ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റവൻ്റെ കോപ്പി അടിച്ചു എന്ന് പറയും. നമ്മുടെ ഇൻട്രസ്റ്റിലേക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഷെയിംലെസ്ലി കോപ്പി, പക്ഷേ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ വാചകം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു US ബെസ്റ്റ് സെല്ലർ, ഒരു ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിൻ്റെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മൾ ആരും അംഗീകരിക്കാത്തൊരു കാര്യം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അതർ എന്ന് എന്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലാണ്. നമുക്ക് പുതിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. അത് ഞാൻ പറയുമ്പോൾ പലരും മുഖം ചൊളിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഇന്നോവേഷൻ എന്ന് പറയുന്ന ആപ്പിള്, അന്ന് സ്റ്റീവ് ജോബ്സിനെ അവിടെ ആ റിസർച്ച് ലാബിനുള്ളിൽ കയറ്റാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ പുള്ളി മാക്ക് കോപ്പി അടിക്കില്ലായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് പുള്ളി അത് കോപ്പി അടിച്ചു എന്നുള്ളതാണ് സ്റ്റീവ് ജോബ്സിൻ്റെ വിജയം. അതിന് മുമ്പ് പലരും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളി 10 മിനിറ്റ് മാക്കിനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ റൂമിൽ വന്നിട്ട് ഉണ്ടാക്കിയ സാധനം. പുള്ളി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കോപ്പി അടിക്കുക. പക്ഷെ കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തുണ്ട്, അതിനകത്തൊരു പുതുമ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇന്നോവേറ്റർ എന്ന് വിളിക്കുന്നത്. ഒരിക്കലും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഐഫയുടെ ഒരു പൊസിഷനിങ് എന്ന് പറയും, എങ്ങനെയാണ് നിങ്ങൾ ഐഫയെ പൊസിഷൻ ചെയ്തത്? ഞങ്ങൾ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ മികച്ച കൺസൾട്ടേഷൻ, അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു കടയിൽ പോയിട്ട് അവിടെയുള്ള സാധനം വിൽക്കുന്നതിന് പകരം ഞങ്ങളൊരു ആശയമാണ് വിൽക്കുന്നത്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റുള്ള സ്റ്റോറിൽ പോയാലും ഞങ്ങൾ ആശയം തന്നെ വിൽക്കാൻ ശ്രമിക്കാറ്. അതിൽ കൂടുതലൊന്നും വിൽക്കേണ്ടതില്ല. വിൽക്കുന്നതിലുപരിയായിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം അറേഞ്ച് ചെയ്ത് കൊടുക്കലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്യുന്ന ചീത്തപ്പേര് നമുക്കുള്ളത്. അത് കസ്റ്റമൈസ് ചെയ്തതെന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് 100 എണ്ണം ഉണ്ടാക്കിയാലാണ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയ മുതലാവുള്ളൂ. അതിന് പകരം നമ്മൾ ഈ 1 പീസ് 2 പീസ് ഉണ്ടാക്കുമ്പോൾ കസ്റ്റമർക്ക് ഇവിടേക്ക് വേണ്ട ഒരു സാധനം ഇതല്ല, ഇപ്പം ആ കിടക്കുന്ന സോഫ അല്ല എന്ന് എനിക്ക് വളരെ തിരിച്ചറിയാം, നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അത് കടയിൽ കിടക്കുന്ന ഒരു മോഡൽ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടതാണ്. വെറുതെ നോക്കിയറിയാം അവിടെ കിടക്കേണ്ടത് അതല്ല, വേറൊരു സാധനമായിരുന്നു കിടക്കേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ ആ കസ്റ്റമൈസേഷൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വലിയൊരു ക്രിട്ടിക്കൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ എല്ലാവരും അത് ആ വകയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഫാഹിമും ഒരുപക്ഷെ എല്ലാ ബിസിനസ്സുകാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ സോഫ കണ്ടാൽ നിങ്ങൾക്കറിയാം അത് അവിടെ കിടക്കേണ്ട സാധനമല്ല. പക്ഷേ നിങ്ങളുടെ അടിയിൽ വരുന്ന നിങ്ങളുടെ സ്റ്റാഫ് 100 കണക്കിന്, ഇപ്പം 500ഓളം സ്റ്റാഫുണ്ട്. ഈ ഫൈസലിൻ്റെ ഒരു ആശയം ഈ 500ഓളം സ്റ്റാഫിന് എങ്ങനെ മനസ്സിലാവും? അവർക്ക് കണ്ടാലും മനസ്സിലാവണം. അപ്പോൾ മാത്രമേ ഈ ട്രാൻസ്ഫർ ഓഫ് ഐഡിയ വരുന്നുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് നോളജ് എങ്ങനെ സംഭവിക്കും? അല്ല, സത്യത്തിൽ എനിക്കത് മനസ്സിലായില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ഞങ്ങൾ സ്റ്റാഫ് എന്നുള്ള പ്രയോഗം അങ്ങോട്ട് ഒഴിവാക്കി, സാറ് എന്നുള്ള വിളിയാണ്ട് ഒഴിവാക്കി. സാറേന്ന് കോർ ടീം മെമ്പേഴ്സ് വിളിച്ച് കഴിഞ്ഞാൽ 10 രൂപ ഫൈൻ ഉണ്ട്, അതൊരാളുടെ അക്കൗണ്ടിലേക്ക് ഇടണം. അപ്പോൾ സാറിന് വിളിച്ചാൽ 10 രൂപ ഫൈൻ. 10 രൂപ ഫൈൻ. അത് രാവിലെ ഒരു മിനിറ്റ്, ഇന്ന് രാവിലെ ഫൈസൽ വന്ന സമയത്ത് 500 രൂപ ഫൈനുള്ള ഒരു കാര്യം പറഞ്ഞു, അങ്ങോട്ടൊന്നും പറഞ്ഞു. അത് ചില ആളുകളുടെ ഒരു പ്രിഫേർഡ് മോഡ് ഉണ്ട്, ഡിലേ ആവുക എന്നുള്ളതാണ് അവരുടെ പ്രിഫേർഡ് മോഡ് ഉണ്ടാവുക. നോൺ പ്രിഫേർഡ് മോഡാണ് ടൈമിന് എത്തുക എന്നുള്ളത്. ചിലർക്ക് ടൈമിന് എത്തിയില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് വൈകുന്ന ആളാണ്. എത്ര 9 മണി എന്ന് പറഞ്ഞാൽ 9:15. അപ്പോൾ ചിലത് 9:30 ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്റേണലി ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 മണിക്ക് എത്തിയില്ലെങ്കിൽ 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് എത്താനുള്ള സാധ്യത കൂടുതലല്ലേ. അപ്പോൾ കുഞ്ഞു ഫൈനുകളൊക്കെ നമ്മൾ റിമെമ്പർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, TDPN വെക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി ആവാത്തതെന്ന് പറയും. അതിലൊരു കാര്യമാണ് ഈ നമ്പറാണ്. T എന്ന് വെച്ചാൽ ടൈമും, D എന്ന് വെച്ചാൽ ഡേറ്റും, P എന്ന് വെച്ചാൽ പ്ലേസും, N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറാണ്. അപ്പോൾ ഇതിൽ നമ്പർ വെച്ച് പറയുമ്പോൾ ആളുകൾക്ക് ടൈം വെച്ച് പറയുമ്പോൾ, ഡേറ്റ് വെച്ച് പറയുമ്പോൾ, പ്ലേസ് വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി രജിസ്റ്റർ ആവും. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, ഇന്റേണലി ചെയ്യുമ്പോൾ, സാർ വിളി ഒഴിവാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഫ് വിളിയാണ്. അപ്പോൾ സ്റ്റാഫിന്റെ പകരം ടീം മെമ്പർ എന്നാക്കിയാൽ ചെറിയൊരു വാക്കം മാറുന്നുള്ളൂ. നമ്മൾ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞതിന് പകരം പ്രീ ഓൺഡ് കാർ, സംഭവം ഒന്നും മാറുന്നില്ല. പക്ഷെ ടീം മെമ്പർ എന്നുള്ള പറയുമ്പോൾ നമ്മളൊരു ടീമാണെന്നുള്ളൊരു കാര്യം അറിയാതെ രജിസ്റ്റർ ആവും നമ്മുടെ മനസ്സിൽ.
അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ നമ്മളെ കൂടുതലുള്ള ആളുകളാണ് ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ കാര്യത്തിൽ കറക്റ്റായിട്ടുള്ള സാധനം കൊടുക്കണം എന്ന് നമ്മളൊരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്തു. ഈ കൾച്ചറായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ കൾച്ചറേറ്റ് ഹാബിറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു 2 തരത്തിലുള്ള അപ്രോച്ച്. ഇപ്പം ഞാൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ കൂടുതൽ ഫൈസലിനെ അറിയാം, ഞാൻ കൂടുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്. ഫൗണ്ടർലെസ് ഓർഗനൈസേഷനാണ് സത്യത്തിൽ എനിക്ക് താല്പര്യം. ഫൗണ്ടറോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഫൗണ്ടർ എന്ന് പറയുന്ന വളരെ വിഷണറി ആയിട്ടുള്ള മനുഷ്യനാണ്. അയാളൊരു ബോർഡ് മീറ്റിംഗ് വന്നാൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം എന്നുള്ള നിലപാടില്ല. അപ്പം ഈ ഫൗണ്ടർലെസ് ഓർഗനൈസേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും? ഈ പറയുന്ന ടീമിന് നിങ്ങൾ സ്റ്റാഫ് എന്ന് പറയുന്നു, മറ്റേ വട്ടവർ യു കോൾ ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് കോർപ്പറേറ്റ്സിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 10% ആളുകൾ ഒരു വർഷം പുറത്താക്കും, ജസ്റ്റ് ടു കീപ്പ് മൈ സിസ്റ്റം ഗോയിങ്. സോ 5000 പേരുള്ള ഒരു കമ്പനിയാണ്. സോ 10% ആളുകൾ ഞാൻ വളരെ ബ്രൂട്ടലി, അതിൽ ചിലപ്പോൾ പണി കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്യുമ്പം ചിലപ്പോൾ നറുക്കിട്ടൊക്കെ എടുക്കുക. ഇത് HR അറിയില്ലല്ലോ ആരാണ് റിയൽ പെർഫോമർ. സോ HR പോകുന്ന റിപ്പോർട്ട് പ്രകാരം പോകുന്ന ആളുകൾ എന്തായിരിക്കും? ഏറ്റവും നല്ല പെർഫോമർ പോയ ചരിത്രം വരെ എനിക്കുണ്ട്, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ. സോ മൈ ക്വസ്റ്റ്യൻ വാസ്, ഈ പണിഷ്മെൻ്റ് ഒരു സിസ്റ്റം ഓഫ് കോർപ്പറേറ്റ് മെക്കാനിസമാണ്, സിസ്റ്റം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് വേറൊരു ആംഗിളിലാണ്, അതായത് സ്റ്റാഫല്ല ടീംമേറ്റാണ്, സ്നേഹിച്ചുകൊണ്ട് കിടക്കണം. സ്നേഹിച്ചവനൊക്കെ തിരിച്ചു കുത്തി എന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഹൗ ഡു യു മാനേജ് ദിസ്? മറ്റേത് എനിക്ക് ഉറപ്പാണ്, 10 പേരെ പുറത്താക്കി ബാക്കിയുള്ള പേടിക്കും. ഇറ്റ്സ് എ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എന്ത് വേണം നിങ്ങൾക്ക് വിളിക്കും? ആക്ച്വലി നമ്മളൊരാളെ സ്നേഹിക്കുന്നത് സത്യത്തിൽ ഒരാളെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. സത്യത്തിൽ നമുക്കാൾ ഉപകാരമുള്ള ആളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമുക്ക് അയാൾ ഉപകാരമില്ലാത്ത ഒരാളാവെന്ന് പറയുമ്പോൾ നമ്മളോടുള്ള സ്നേഹം, അങ്ങോട്ടുള്ള സ്നേഹം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. മീൻസ് നമ്മളൊരു സാലറി വൈകുകയാണ്, റെഗുലറായിട്ട് വൈകുകയാണ്, നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കുകയാണ്. നമ്മൾ 4 ആൾ പോയിട്ട് നമ്മളെ കൂടെയുള്ള ഒരാളെ മാറ്റി നിർത്തിയിട്ട് ചായ കുടിക്കുകയാണ്, പരിഗണിക്കുന്നില്ല. നമ്മൾ സാലറി ഡിലേ ആയിട്ട് റെഗുലറായിട്ട് വൈകൊണ്ടിരിക്കുക, അവൻ്റെ വീട്ടിലെത്തി വേണ്ട. അപ്പോൾ നമ്മളോടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം കുറയും. നമ്മൾ വിചാരിച്ച ഇൻപുട്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് സ്നേഹം കുറയും. സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് ഉപകാരമുള്ള ഒരാളോട് തോന്നുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. ബ്രില്യൻറ്റ് സ്നേഹം എന്നുള്ളത് ഉപകാരമുള്ള ആളോട് അങ്ങനെ തോന്നുന്ന സാധനം തന്നെയാണ്. അതാണ് അത് ഒരുപാട് പേർക്ക് കോൺട്രഡിക്ഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ഐ ബൈ ദാറ്റ് പോയിന്റ്. അതായത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലാണ്, ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കടയിൽ പോയിട്ട് മാത്രം നമ്മൾ സാധനം വാങ്ങിക്കുന്നത് അല്ല, നമ്മൾ മനുഷ്യരിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ക്യാമറ എടുക്കുന്നത് ഓഫായി കഴിഞ്ഞാൽ അയാളോടുള്ള ഇഷ്ടം കുറയും, അയാളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്ന ആളെ അവിടെ നിർത്തിയിട്ട് നമ്മളെ റൂമിൽ പോയിട്ട് വർത്താനം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയുള്ള ആൾക്ക് ആ സ്നേഹമൊക്കെ കുറച്ചിൽ വരണം. അല്ലാതെ ഒരാളെ ഇങ്ങനെ അന്ധമായിട്ട് സ്നേഹിക്കും. അപ്പം ഞാൻ ചോദിച്ചത്, ഞാനത് തിരിച്ചു, ഞാൻ വളരെ രസകരമായൊരു പോയിന്റാണ്. അപ്പം ഞാൻ തിരിച്ചൊരു കാര്യം ഫൈസലിനോട് ചോദിക്കുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ പണിഷ്മെൻ്റ് ഇല്ലാതെ ഈ ടീംമേറ്റ് എന്നുള്ള രീതിയിൽ സ്നേഹിച്ച് പ്രൊഡക്റ്റീവായ ഒരു കമ്പനിയെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു 500 പീപ്പിൾ ഉള്ള ഒരു കമ്പനിയുടെ ഓണർ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നത്. ഒരു 10 പേരെ അങ്ങനെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു 20 പേരെ അങ്ങനെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ യു ആർ റണ്ണിങ് എ ബിസിനസ്. ഒരു 500 ആളുകളുടെ ഒരു ബിസിനസ് എങ്ങനെ അങ്ങനെ റൺ ചെയ്യും? എന്ത് പണിഷ്മെൻറ്റ് മെക്കാനിസം നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവരും? ഹൗ ഡു യു സെറ്റപ്പ് യുവർ KPI? ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണ്ട, ജസ്റ്റ് അവോയ്ഡ് ചെയ്താൽ മതി. ആ ആള് വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതേപോലെ ഒരു സ്ഥാപനം പുറത്ത് തുടങ്ങിയാൽ മതി. ഒരു സ്ഥാപനം നമ്മൾ തമ്മിൽ ആരംഭിച്ചു, ആ സ്ഥാപനം കറക്റ്റ് അല്ല പോകണമെന്ന് ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട, അത് അയാൾ നോക്കിക്കോട്ടെ, ഇപ്പുറത്തേക്ക് ആക്കാം. അപ്പം എന്താ പ്രശ്നം? ആദ്യം പറഞ്ഞു കൊടുക്കാം. ഈ ചൊല്ലിക്കൊട് തള്ളിക്കൊട് എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവഗണിക്കണം. കാരണം നമ്മുടെ ഒരു കൾച്ചറല്ല, നമ്മുടെ വാല്യൂസ് അല്ല ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂസ് ഇതാണ് എന്ന് പറയും. അപ്പം നമ്മുടെ എന്തിനാണ് ഇത് തുടങ്ങിയത്? പർപ്പസ് അറിയാതെ തുടങ്ങുന്ന ഇഷ്ടം പോലെ, ഞാൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുകളോട് യഥാർത്ഥത്തിൽ അവരോട് ചോദിക്കാൻ നമ്മൾ, എന്താണ് നിങ്ങളുടെ പർപ്പസ്, എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടപ്പൂജ ഉത്തരമായിട്ടിരിക്കുന്നവരോട് എനിക്കൊന്നും പറയില്ല. പക്ഷേ അല്ലാതെ എന്തെങ്കിലും ഒരു പർപ്പസ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വാല്യൂസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ പറ്റുന്നവർക്കൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. 30 പേരോട് ഞങ്ങൾ ചോദിച്ചിട്ട് 30 പേരും അറിയില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് പർപ്പസ്? കാശ് ഉണ്ടാക്കുക എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞത്. അപ്പൊ അതൊരു പർപ്പസ് ആയിട്ട് തോന്നുന്നില്ല. കാശ് ഉണ്ടാക്കാൻ വേറെ എത്ര പണികളുണ്ട്. അല്ലെ, ഞാൻ പറയാൻ പറ്റാത്ത കുറെ പണികളുണ്ട്, പക്ഷെ അതൊക്കെ ചെയ്യാം. കാശ് അത് എത്രയോ വലുതാണ്. ഇഷ്ടംപോലെ പണി ഇന്ത്യയിൽ ലോകത്ത് പറയുന്നത് ഓരോ 9 രൂപ ട്രാൻസാക്ട് ചെയ്യപ്പെടുമ്പോഴും 1 രൂപ ഡ്രഗ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന്. അത് 9:1 ആണ്. അപ്പോൾ വേൾഡ് ഡ്രഗ് എക്കണോമി എത്ര വലുതാണോ എന്ന് ആലോചിച്ച് നോക്കണം. ഇറ്റ്സ് നോട്ട് എ സ്മോൾ എക്കണോമി. അല്ല, ഞാൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എമൗണ്ട്. അപ്പം അങ്ങനെ പല പണിയുണ്ട്. ഡ്രഗ് ചെയ്യണ്ട. നമ്മൾ ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പലിശയ്ക്ക് കൊടുത്താൽ
15,000 20,000 രൂപ ഒക്കെ കിട്ടുന്ന പണിയുണ്ട് നാട്ടില്. അപ്പൊ നമ്മളോട് ഒരാൾ നിങ്ങൾ പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിച്ചൂടെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തൂടെ, കുറി ചേർത്തൂടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പർപ്പസ് അല്ല. അങ്ങനെ കൊടുത്തിട്ട് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത പണി ഭാഗ്യം എനിക്ക് വല്ലാതെ വിശക്കുണ്ട്, വല്ലതും ആവുമോ? ചെറിയ ഭാഗ്യം മീൻ തരാൻ മറ്റൊന്നൊക്കെ പറഞ്ഞു ചെറിയ കരിയണ മണം വരുന്നുണ്ട്. അത് വയറ്റിനാണോ ഇവിടുന്നാണോ? അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന ക്യാഷാണ്. പൈസ ഇല്ലാത്തതാണ് ഒരാളുടെ ഏറ്റവും വലിയ ചലഞ്ച്. പൈസ ഇല്ലാത്തല്ല, കിട്ടിയ പൈസ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ചലഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു 17 വർഷത്തെ ഒരു ജോലി എടുക്കുന്ന കാലയളവിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ ഒരാളോട് കടം വാങ്ങിയിട്ടില്ല. ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിത ശൈലിയൊക്കെ വളരെ മോശമായിരുന്നു. അറിയുമെന്നറിയില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. ഞാൻ 32 വയസ്സിലാണ് ഒരു ജീൻസ് പാൻറ് വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ കടം മേടിച്ചത് ചെയ്യില്ല എന്നുള്ളതും, എൻ്റെ ഒരു 28 വയസ്സിലാണ് വീട്ടിൽ TV വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ആസ്പെറ്റോസ് ഷീറ്റിൽ പുഴുകി ജീവിക്കുമ്പോഴൊക്കെ നമ്മൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ജീവിച്ചു. എറണാകുളത്ത് നിന്ന് വരാൻ എനിക്ക് വീട്ടിലേക്ക് വരാൻ 38 രൂപയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് ബസ്സിന്, അത് KSRTCക്ക് വരാൻ. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന പുഷ്പുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ അത് 7 രൂപയ്ക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു 1.5 രൂപയും കൂടി സ്പെൻഡ് ചെയ്ത് എനിക്ക് വീട്ടിലേക്ക് 9 രൂപയ്ക്ക് വരാൻ പറ്റും. അപ്പം ഞാൻ 50 പൈസയ്ക്കും 1 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഒരു വകതിരിവ് കാണിച്ചത് കൊണ്ട് തന്നെ പിന്നീട് പൈസ വന്നപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ അതിൽ ഒരു സംശയം ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഞാനിത് യങ് ഫൗണ്ടേഴ്സിന് വേണ്ടി ചോദിക്കുകയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുന്നു, കുറച്ച് വടവർ എമൗണ്ട് ഉണ്ട്. പൈസ ഭയങ്കര സബ്ജക്റ്റീവായ മാറ്ററാണ്. എനിക്ക് 100 രൂപ കിട്ടുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നത്. ഐ എം നോട്ട്. പക്ഷേ പിശുക്കനായി ജീവിക്കുകയാണോ വേണ്ടത്, സ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടത്? അല്ല, ഇത് ഞാൻ ഈ ട്രെയിനിങ്ങിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെ, ഞാനൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ പഠിച്ചൊരു കഥയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന 10,000 രൂപ, അന്ന് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന കാലത്ത് എനിക്ക് അതിൽ കൂടുതൽ വരുമാനമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന 10,000 രൂപ 5 ജാറുകളിലായി നിക്ഷേപിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. 5 ജാറിൽ നിങ്ങൾ 50 രൂപ 10,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 5,000 രൂപ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട്, സർവൈവലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. 1000 രൂപ നിങ്ങൾ സേവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 2,000 രൂപ നിങ്ങളൊരു ഷോർട്ട് ടൈം ഫണ്ടായിട്ട് ഉപയോഗിക്കുക. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഒരു കല്യാണത്തിന് പോകണം. അങ്ങനെ നമ്മൾ ഈ 5 ജാർ നിങ്ങൾക്ക് ഏത് രീതിയിലും ChatGPT അടിച്ചപ്പോൾ AI നമുക്ക് വിവരം തരും. നിങ്ങൾ എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് എഴുതി വെച്ചിട്ട് അതല്ലാതെ വകമാറ്റി ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ഇതുപോലെ പലരും ചോദിക്കും, ഒരു 50,000 രൂപ തരാൻ പറ്റുമോ? എൻ്റെ പഴയ സുഹൃത്തുക്കളോ എനിക്ക് പരിചയമുള്ള ആളുകളോ, ഒരു 50,000 രൂപ കല്യാണത്തിനാണ്, വീട് വെക്കാനാണ്, നിങ്ങൾ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ, ഈ മാസം ഞാൻ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച, ഇത്തരത്തിൽ ചാരിറ്റിക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച എമൗണ്ട് കഴിഞ്ഞാൽ ഞാനത് തൊടില്ല. അത് ഞാൻ കണക്കില്ലാതെ, ബഡ്ജറ്റ് ഇല്ലാതെ അതിന് വക എത്തുമ്പോഴാണ്. കണക്കുണ്ടാവുക എന്നുള്ളതാണ്. ബഡ്ജറ്റിങ് ചെയ്യാൻ സ്കൂളിനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കണം ബഡ്ജറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബഡ്ജറ്റിങ് ചെയ്യാൻ പഠിക്കാതെ എന്ത് ചെയ്താലും അപ്പൊ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലുലുവിനെടുത്താലും മൈജി എടുത്താലും അവര് ബഡ്ജറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ അല്ലാതെ അവരെ ആ ബഡ്ജറ്റിന് പുറത്ത് കിടക്കാതിരിക്കുക, അല്ലെങ്കിൽ ലോജിക്ക് ഇല്ലാത്ത ബഡ്ജറ്റ്. ഞാനതിന് പല ബഡ്ജറ്റിന്റെ പുറത്ത് കിടക്കരുത് എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം ചില ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബഡ്ജറ്റിന് ഓവർ ഷൂട്ട് ചെയ്യേണ്ടി വരാം ചില സാഹചര്യം. വളരെ പക്ഷെ അവിടെയും ഈ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിന് ഓവർ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് ബഡ്ജറ്റ് ആഴിയിൽ കളഞ്ഞാലും അളന്ന് കളയണം നമ്മുടെ കറക്റ്റാണ്. അത് ചെയ്യാതെ ഇപ്പോൾ എക്സ്പാൻഷൻ വന്നു, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ ടീം മെമ്പറെ കൂട്ടുന്ന കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും കൺട്രോൾ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആളുകൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ ആലോചിക്കുന്നത്, മാത്യു സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു 12 ടീം മെമ്പർ വേണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ വലിയൊരു ഓഫീസ് വേണം. ഇവിടെ വെച്ചാൽ ഞാൻ കഴിക്കും അല്ലേ, നമുക്ക് തള്ളപ്പ കുറയ്ക്കാന്നുള്ള രീതിയിലാണ് നമ്മുടെ കണക്ക് പ്രകാരം. ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ ചർച്ച നടത്തണമാണ്, പക്ഷെ ഫുഡ് കഴിക്കണം. ഫുഡ് അല്ല, അതില് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ പണ്ട് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴിക്കാനാണെന്ന് പറയും, എന്തിനാണ് കഴിക്കാനെന്ന് ചോദിക്കുമ്പോൾ ജീവിക്കാനാണെന്ന് പറയും. ശരിക്കും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അത് കഴിഞ്ഞ ദിവസം ഈ നമ്മളെ ഭാവനയുടെ സ്വന്തം ഐഡിയ ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനിയാണെങ്കിൽ നല്ലത്. ഒരാൾ പറഞ്ഞതോ കേട്ടതായിരിക്കാം. അവർ പറഞ്ഞിട്ടുണ്ട്, ഈ അഭിനയത്തിനെ കുറെ ആളുകൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അഭിനയം, അല്ലാണ്ട് എൻ്റെ അഭിനയത്തിന്റെ ഭാഗമല്ല എൻ്റെ ജീവിതം എന്നുള്ളത്. അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഭാവന പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പറഞ്ഞുകൊണ്ടല്ലോ, അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ്. അല്ല, അതായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദർ ഈസ് നത്തിങ് കോൾഡ് വർക്ക് ലൈഫ് ബാലൻസ്, ദർ ഈസ് ഓൺലി ലൈഫ് എന്ന് ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്. നമ്മളെപ്പോഴും വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ വർക്കിനെയും ലൈഫിനെയും മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തരും ജീവിതത്തിൽ രക്ഷപ്പെടില്ല. കാരണം അവൻ്റെ ലൈഫ് ഏതാ, വർക്ക് ഏതാ, രണ്ടും അറിയില്ല. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, ജീവിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മാത്രമേ ബിസിനസ്സുകാരൻ രക്ഷപ്പെടൂ. ഈ വർക്ക് ലൈഫ് ബാലൻസ് പഠിക്കാൻ ഫോർക്ക് കിട്ടാൻ വഴിയുണ്ടോ?
ഫോർത്തോ യാ. ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ബിസിനസ്സുകാരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. കഴിച്ചു നോക്കോ? കഴിക്കാൻ പുറക്കൊണ്ട് കഴിക്കണ അങ്ങനൊന്നുമില്ല, ഇതിപ്പോൾ പോർക്കൊണ്ട് തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ നല്ല ചൂടാണ്, മനസ്സിലാക്കി. അല്ല, ചൂട് ഭയങ്കരമായിട്ടല്ല. അപ്പം നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഞാനിപ്പം എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഫൈസലിനെ പോലുള്ള ആൾ ജീവിതത്തിൽ ഇപ്പം നേരിടുന്നത്, അതായത് ഓക്കെ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ മറ്റൊരാളുടെ കാഴ്ചപ്പാട് നിങ്ങൾ സക്സസ്ഫുൾ ആണ്, അതായത് ഒരു സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ലൈഫിൽ ഈ കൺസൾട്ടിങ് ചെയ്യുന്നതുകൊണ്ട് പലരും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ വന്ന് എൻ്റെ മുന്നിൽ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ കുടുങ്ങിയിട്ട് മുടക്കിയ പൈസ മൊത്തം പോയി, ഇനി അങ്ങോട്ടാണ് അറിയേണ്ടാത്ത സിറ്റുവേഷനിലെത്തി. പിന്നെ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് പോലെയാണ് പൊട്ടിക്കരയുന്നത് ഞാൻ പല ഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഫൈസലിനെ പോലുള്ള ആൾ ലൈഫിൽ ഇനി മുന്നിലേക്ക്, എത്ര വർഷം ഞാൻ പറയുന്നില്ല, ഞാൻ ഈ കഴിച്ചു തുടങ്ങാം. സാറ്റിസ്ഫാക്ഷനും സക്സസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി അതിന്റെ പ്രശ്നം തീരും. ഈ പൊട്ടിക്കരച്ചിലുണ്ടല്ലോ, ഞാനും കരഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ബിസിനസ് ചെയ്യുന്ന അവരൊക്കെ ഒരു രാത്രി ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫൈസലെ അല്ല ഫാഹിം എന്നെ ഹെൽപ്പ് ചെയ്ത് മുറിച്ച ഞങ്ങൾക്ക് കഴിക്കാൻ സുഖമായിരുന്നു. രണ്ടെണ്ണം, നീ ഇതിൽ എക്സ്പേർട്ട് ആണല്ലോ. അതായത് പൊട്ടിക്കരയുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വിഷമങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. ആർക്കാ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ ജോലി എടുത്താലും പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ബിസിനസ്സുകാർക്ക് മാത്രമായിട്ടൊരു വിഷമമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാൻ പെയിൻ ടോളറൻസ് ആണ് തോന്നുന്നു. പെയിൻ ടോളറൻസ് കുറെ പ്രാവശ്യം നമ്മൾ അനുഭവിച്ച് അതായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. അപ്പോൾ അതായത് ഈ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഈ ബിസിനസ്സുകാരെന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ, ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഒരു ഉപദേശം, ഒറ്റ സിംഗിൾ ഉപദേശം ഉണ്ടായിരിക്കും. നമ്മൾ കേട്ടതിനാണ് എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്. ഇഫ് എവറിത്തിങ് ഇസ് നോട്ട് ഫൈൻ ഇറ്റ് ഇസ് നോട്ട് ദ എൻഡ്. ഓ ഒന്നൊരു പറയോ, ഞാൻ കെവിനിൽ ശ്രദ്ധിച്ചു പോയി. അപ്പോൾ പിന്നെ മമ്മൂട്ടി പറഞ്ഞാലും കേൾക്കില്ല. കഴിച്ചിട്ട് പറയാം. ഫൈസല് സുഹൃത്തുക്കളെ ഫോർക്ക് ഉപയോഗിച്ച് ആദ്യമായി ഒരു ക്യാമറയുടെ മുന്നിൽ എന്ത് ജാടയ്ക്കും ഫൈസൽ റെഡിയാണ്. ഇതല്ല, ഇതിലും വലിയ ചാടിക്കിടന്നവനാണ് ഈ ഫൈസൽ അല്ലേ. മോശമാണെന്ന് പറയാം. ഞങ്ങൾ വളരെ സത്യസന്ധമായി നമ്മൾ അത് അക്കാര്യത്തിൽ ഫാഹിമിനെ നമ്മൾ അംഗീകരിക്കും. മോശമാണെന്ന് പറയണം. നന്നായിട്ടുണ്ട്. ഞാനത് കഴിച്ചപ്പോൾ തന്നെ ടേസ്റ്റ് കിട്ടി. അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇത് പറയിപ്പിച്ചാണ്, ഫോർക്ക് ഇവിടെയും ബാക്കിൽ കത്തിയും വെച്ചിട്ടെന്ന് വിചാരിക്കും. സോ നമ്മൾ ഈ രണ്ടാം എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഫാഹിമിന് ഫൈസലിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത്രയും നേരം ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു, ഒരു ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ചിന്തിച്ചാൽ മതി. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡു യു ഹാവ് വാട്ട് ഈസ് യുവർ എക്സിറ്റ് പ്ലാൻ? ലൈക്ക് ആർ യു ഗോയിങ് ടു ഡു ആൻ IPO ഓർ ആർ യു ഗോയിങ് ടു മെയിൻറ്റെയിൻ ഇറ്റ്? IPO വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് പ്ലാൻ ഒക്കെ ഉണ്ട്, ബിസിനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പ്ലാനുകൾ പറയാതിരിക്കുക എന്നുള്ളത് അതൊരു പ്ലാനാണ്. അതൊരു ക്വാളിറ്റിയാണ്. വെറുതെ നമ്മൾ പ്ലാനുകൾ പറയാതിരിക്കുക എന്നുള്ളത്. എക്സിറ്റ് പ്ലാൻ എന്തായാലും ഒരു ബിസിനസ്, ഞാനിപ്പോൾ എക്സിറ്റ് പ്ലാനിലാണ്. ഞാൻ ഓപ്പറേഷൻസിലില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു സെയിൽസിനുള്ള കോളുകളോ വല്ലപ്പോഴും ഒരു കംപ്ലൈൻറ്റ് കോള് വരുമ്പോൾ അതിനെ പഠിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു 46 വെഞ്ചേഴ്സ് ഉണ്ട്, 46 സ്ഥാപനങ്ങളിലും പോയിട്ട് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഓൾറെഡി എക്സിറ്റാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എക്സിറ്റ് പ്ലാൻ ഉണ്ട്. സ്കെയിലപ്പ് ചെയ്യാന്ന്. ഇപ്പം നമ്മൾ എക്സിറ്റിനെ കുറിച്ചിട്ടല്ല, സ്കെയിലപ്പിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് അല്ല. IPO ഇപ്പോൾ പഴയ പോലെയല്ല. SME IPO വന്നുകൊണ്ട് തന്നെ ചെറിയ ഈ SME MSMEക്കൊക്കെ സുഖമായിട്ട് IPOയിലേക്ക് പോകാൻ വരുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ കൺസൾട്ടന്മാരുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുള്ള റെഡി ഫോർ IPO. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. ചെമ്മീനുണ്ട്, ഭക്ഷണമുണ്ട്. And I also have something that we're going to open here. Okay. Yeah. You want to open it here? Yeah. Please. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ചോദ്യം എടുത്തു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അടുത്തൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട്, എന്തായിരിക്കും? നിങ്ങൾ ഇപ്പോൾ ചെയ്യാത്തൊരു ബിസിനസ് എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാൻ പറ്റിയ? എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു വിഷയമാണ്. ചിലർ പാഷൻ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാഷനുള്ള ഒരു കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച് വന്ന കുറേ പ്രതിസന്ധികൾ, അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൽ. ഞാൻ ചില സ്ഥലങ്ങളിൽ ജോലി എടുക്കുമ്പോൾ അനുഭവിച്ച സന്തോഷങ്ങൾ ഞാനിവിടെ കൊടുന്നിടാറുണ്ട്.
ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. അതുപോലെ ഇത്തരത്തിൽ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രതിസന്ധികൾ, കുറേ ട്രെയിനിങ്ങുകൾ, എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ കുറേ ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ 20 വയസ്സിലെ 25 വയസ്സിലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഡെഫിനറ്റ്ലി അതൊരു ഉപകാരപ്രദമായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കൺസൾട്ടന്മാരെ തന്നെ അല്ല ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളോട് എപ്പോഴും റെസ്പെക്ട് ചെയ്യുക, അവരുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം ആളുകൾ നിർബന്ധമായിട്ട് ബിസിനസ്സിൻ്റെ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്നതല്ല, പുറമെന്ന് ഒരാൾ കാണുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്. കറക്റ്റ്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തെറ്റായിരിക്കും എന്നുള്ള ഒരു തിയറി. നിങ്ങൾ തുറന്നോ? ഇല്ല, അത് ടൈം എടുക്കും കുറച്ചുകൂടി. ഓക്കെ, സോ നോ പ്രോബ്ലം. നമുക്ക് ഇന്നത്തെ രാത്രി 10 മണിയായി, കറക്റ്റ് പറഞ്ഞാൽ 10:05. ഇൻ ദ മീൻ ടൈം സെക്കൻഡ് എഡിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പറഞ്ഞു തീരാത്ത ഒരുപാട് ചോദ്യങ്ങളും ഒരിക്കലും അവസാനിക്കാത്ത ഉത്തരങ്ങളുമായി അടുത്ത ആഴ്ച അടുത്ത ലക്കത്തിൽ കാണാം.